നമസ്കാരം. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സിന്റെ 9ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് നമുക്ക് പറയാനുള്ളത് കുറച്ച് ചാപ്റ്ററുകൾ ഉണ്ട്. എല്ലാ ചാപ്റ്ററിലെയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ലോൺസ് ആൻഡ് ഡിപ്പോസിറ്റിലാണ് നമ്മൾ ആദ്യത്തെ കാര്യങ്ങൾ പറയുന്നത്. ലോൺസ് ആൻഡ് ഡിപ്പോസിറ്റ്, അപ്പോൾ അതായത് വായ്പയും നിക്ഷേപവും എന്ന് പറയുന്ന കാര്യം. അക്കൗണ്ട് ഓഫീസിലെ മുൻ വർഷത്തെ കണക്ക് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വായ്പയും നിക്ഷേപവുമായിട്ടുള്ള ഹെഡിലെ ബാക്കിയും സസ്പെൻസ് ആൻഡ് റെമിറ്റൻസ് അക്കൗണ്ടിലെ കുടിശ്ശികയും പരിശോധിക്കേണ്ടത് ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു കടമയാണ്. അപ്പോൾ ഈ വായ്പയും നിക്ഷേപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഓഡിറ്റ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അക്കൗണ്ട് ഓഫീസിലെ മുൻവർഷത്തെ കണക്ക് പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വായ്പാ നിക്ഷേപ ഹെഡിലെ ബാക്കിയും സസ്പെൻസ് ആൻഡ് റെമിറ്റൻസ് അക്കൗണ്ടിലെ കുടിശ്ശികയും പരിശോധിക്കേണ്ടത് ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു കടമയാണ്. ഇപ്പൊ നമ്മള് അങ്ങനെ കണക്ക് പിന്നെ ഏതറ്റം വരെ സൂക്ഷിച്ചിട്ടുണ്ട് ഈ വായ്പയും നിക്ഷേപവുമായിട്ട് ബന്ധപ്പെട്ടത്, പിന്നെ ലെഡ്ജറിലെ നീക്കിയിരിപ്പുമായിട്ട് ഈ കണക്കുകൾ പൊരുത്തപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ബാക്കി തുക നൽകാനുള്ളത് ആരാണെന്ന് രേഖപ്പെടുത്തിയ തുക ശരിയാണോ എന്ന് പരിശോധിക്കണം. എങ്ങനെയെങ്കിലും കിട്ടാനുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാൻ കഴിയുന്നതാണോ എന്ന് പരിശോധിക്കണം. ഇതൊക്കെ ഓരോ ഘട്ടങ്ങളായിട്ട് ചെയ്യേണ്ടതുണ്ട്. ഇതൊന്നും അല്ലാതെ വായ്പ ഒഴിവാക്കൽ ഫണ്ടിൽ നിന്നും കടം എഴുതി തള്ളുന്നതിനെയാണ് നമ്മൾ അമോർട്ടൈസേഷൻ ഓഫ് ഡെബിറ്റ് എന്ന് പറയുന്നത്. അമോർട്ടൈസേഷൻ ഓഫ് ഡെബിറ്റ് അല്ല, ഡെപ്റ്റ്. അപ്പോൾ അമോർട്ടൈസേഷൻ ഓഫ് ഡെപ്റ്റ് എന്ന് പറയുന്നത് വായ്പ ഒഴിവാക്കൽ ഫണ്ടിൽ നിന്നും കടം എഴുതി തള്ളുന്നതിനെയാണ് ഈ വാക്ക് നമ്മൾ പറയുന്നത് അമോർട്ടൈസേഷൻ ഓഫ് ഡെപ്റ്റ്. ഇനി സർക്കാരിലേക്ക് ലഭിച്ച നിക്ഷേപം പൊതുഖജനാവിലേക്ക് ശരിയായ വിധം നിക്ഷേപിച്ചുവെന്ന് ഓഡിറ്റിൽ ബോധ്യപ്പെടണം. അതായത് സർക്കാരിലേക്ക് ഒരു പണം കിട്ടി, അത് പൊതുഖജനാവിലേക്ക് ശരിയായ വിധം നിക്ഷേപിച്ചുവെന്ന് ഓഡിറ്റ് പരിശോധിക്കണം. അത് ഓഡിറ്റിൽ ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, പൊതുമേഖല, അർദ്ധ പൊതുമേഖല സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഒക്കെ സർക്കാർ വായ്പയും അഡ്വാൻസും നൽകാറുണ്ട്. ഇതിൽ ചിലത് നിർദ്ദിഷ്ട നിയമത്തിന്റെ അടിസ്ഥാനത്തിലും ചിലത് സർക്കാർ നയത്തിന്റെ അടിസ്ഥാനത്തിലുമായിരിക്കും. അപ്പോൾ പൊതുമേഖലയ്ക്കും അർദ്ധ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ഒക്കെ സർക്കാർ വായ്പ അഡ്വാൻസ് നൽകും. ആ വായ്പ നൽകിയ അഡ്വാൻസ് ഒക്കെ നൽകുന്നത് ചിലത് നിർദ്ദിഷ്ട നിയമത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും, അല്ലെങ്കിൽ ചിലത് സർക്കാരിന്റെ ഒരു നയത്തിന്റെ ഭാഗമായിട്ടായിരിക്കും. അപ്പൊ ഇതിലെ ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ വായ്പ അഡ്വാൻസ് നൽകിയതെന്ന് ഓഡിറ്റ് പരിശോധിക്കണം. അപ്പൊ നമ്മൾ ഈ ത്രൂ ഔട്ട് ഈ ചാപ്റ്ററുകളിലൊക്കെ പരിശോധിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അഡ്വാൻസ്, നിക്ഷേപം, ഇതൊക്കെ ഉണ്ട്. ഇതിൽ ഓഡിറ്റ് എങ്ങനെ എന്നാണ് പരിശോധിക്കുക. അതാണ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന പേപ്പറാണല്ലോ. അപ്പൊ ഇതിലെ ഓഡിറ്റ് ഏത് വിധത്തിൽ എങ്ങനെയൊക്കെ പരിശോധിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇനി വായ്പയും നിക്ഷേപവും ഒക്കെ റെസീറ്റ്, രൊക്കം പണം, കണക്ക് ക്രമീകരണം. കണക്ക് ക്രമീകരണം എന്ന് പറഞ്ഞാൽ പണവും ഇല്ല, രൊക്കം പണവും ഒന്നും ഇല്ലാതെ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് മാത്രം തുടങ്ങിയ ക്രമപ്രകാരമായിരിക്കണം. മാസാമാസമുള്ള അവലോകനത്തിനും വർഷാവസാനത്തിലെ കൃത്യതയ്ക്കും ഇത് ആവശ്യമാണ്. അപ്പോൾ വായ്പയും നിക്ഷേപവും ചെയ്യേണ്ടത് റെസീറ്റ്, രൊക്കം ക്യാഷ്, ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയ ക്രമപ്രകാരമായിരിക്കണം ഈ വായ്പയും നിക്ഷേപവും എല്ലാം നമ്മൾ അക്കൗണ്ടിങ് നടത്തേണ്ടത് എന്നാണ് പറഞ്ഞത്. അതെന്തിനു വേണ്ടിയിട്ടാ? മാസാവസാനമുള്ള ഒരു അവലോകനത്തിനും റിവ്യൂവിനും വർഷാവസാനത്തിലെ കൃത്യതയ്ക്കും ഇത് അത്യാവശ്യമാണ്. ഇനി കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ടുകളുടെ നിക്ഷേപ വിഭാഗത്തിൽ ധാരാളം കരുതൽ ധനമുണ്ട്. റവന്യൂ വരുമാനത്തിൽ നിന്നുള്ള ഗ്രാൻഡോ വിഹിതമോ ആണ് ഈ കരുതൽ ധനം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഫണ്ട് കൈമാറ്റം നിശ്ചിത തത്വങ്ങളുടെയും മാനദണ്ഡങ്ങളുടെയും അടിസ്ഥാനത്തിലാണോ എന്ന് ഓഡിറ്റിൽ പരിശോധിക്കണം. നമ്മൾ അടുത്തത് ഗ്രാൻഡ് ഇൻ എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട അക്കൗണ്ടുകളെ കുറിച്ചാണ്. ഗ്രാൻഡ് ഇൻ എയ്ഡ്.
ഇപ്പൊ സർക്കാർ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ശരിക്കും ഗ്രാന്റ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത്. ഏതെങ്കിലും പ്രത്യേക വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സർക്കാർ നൽകുന്ന ഗ്രാന്റ് ഇൻ എയ്ഡിനെ കുറിച്ച് CAG ആക്ട് 1971 സെക്ഷൻ 15(1), 15(2) എന്നിവയാണ് വിശദീകരിക്കുന്നത് ഗ്രാന്റ് ഇൻ എയ്ഡുകളെ കുറിച്ച്. അടുത്ത ഈ ഗ്രാന്റ് ഇൻ എയ്ഡുകളിലെ ഓഡിറ്റ് നടത്തുന്നത് ഏതൊക്കെയാന്ന് വെച്ചാൽ, ഒന്ന് മൊത്തം ഗ്രാന്റിൽ ഓഡിറ്റ് നടത്താം, അല്ലെങ്കിൽ ഗ്രാന്റിൽ പിന്നീട് വന്ന ചെലവുകളിലും ഓഡിറ്റ് നടത്താവുന്നതാണ്. പിന്നെയുള്ള പറയാനുള്ളത്, ഒരു കരാറുകാരൻ ചെയ്തു തീർത്ത ജോലിക്കനുസരിച്ച് നൽകിയ തുക, നൽകാനുള്ള തുക, അയാൾ തിരിച്ചടയ്ക്കാനുള്ള തുക, തിരിച്ചടച്ച തുക, ചെയ്ത ജോലി, ഇനി ചെയ്യാനുള്ള ജോലി എന്നിവയെല്ലാം രേഖപ്പെടുത്തുകയും ഓരോ മാസവും അവസാനം അത് ഫിക്സ് ചെയ്യുകയും ചെയ്യണം. ചെറിയ ജോലികൾക്കും ചെറിയ അറ്റകുറ്റപ്പണികൾക്കുമല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളുടെ അനുവാദമില്ലാതെ, എസ്റ്റിമേറ്റ് ഇല്ലാതെ പണം അനുവദിക്കാൻ പാടില്ല. ഇപ്പൊ ചെറിയ ജോലികളും ചെറിയ അറ്റകുറ്റപ്പണികളും നമ്മളെ ഹെഡ് ഓഫ് ഓഫീസ് അങ്ങനെയുള്ള മേലധികാരികൾക്കൊക്കെ ചെയ്യാമെങ്കിലും, പിന്നെ എസ്റ്റിമേറ്റ് ഇല്ലാതെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളും ഇല്ല, അതല്ലാത്ത ഒരു വർക്കാണെങ്കിൽ ഒരു എസ്റ്റിമേറ്റ് ഇല്ലാതെ, അധികാരികളുടെ അനുവാദം ഇല്ലാതെ പണം അനുവദിക്കാൻ പാടില്ല. എസ്റ്റിമേറ്റിന് അനുസരിച്ച് തുക അനുവദിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റിനനുസരിച്ച് തുക അനുവദിക്കുന്നതിനെ നമ്മൾ ടെക്നിക്കൽ സാങ്ഷൻ, അതിന് മലയാളം സാങ്കേതിക അനുമതി എന്ന് പറയുന്നു. ഇനി നമ്മൾ വർക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, എത്ര വിദഗ്ധമായിട്ട് കണക്കെടുത്താലും ആദ്യം തയ്യാറാക്കിയ എസ്റ്റിമേറ്റിനനുസരിച്ച് പണി പൂർത്തിയാക്കാനായെന്ന് വരില്ല. അത്തരം ഘട്ടങ്ങളിൽ പുതുക്കിയ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ സപ്ലിമെന്ററി എസ്റ്റിമേറ്റോ തയ്യാറാക്കാവുന്നതാണ്. ഇനി സ്റ്റോറുകളുടെയും സ്റ്റോക്കിന്റെയും ഓഡിറ്റ്, സ്റ്റോർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നമ്മൾ, ഗുഡ്സ്, അതുപോലെ സ്റ്റോക്കിന്റെയും ഓഡിറ്റ് നടത്താൻ 1971 CAG ആക്ട് സെക്ഷൻ 17 നിയമപരമായി വ്യവസ്ഥ ചെയ്യുന്നു. ഇങ്ങനെ ഓഡിറ്റ് നടത്താനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ നമുക്കറിയാം. അപ്പൊ സ്റ്റോറുകളുടെയും സ്റ്റോക്കിന്റെയും ഓഡിറ്റ് നടത്തണമെന്ന് 1971 CAG ജനറൽ ആക്ട് സെക്ഷൻ 17 നിയമപരമായിട്ട് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഈ സാധനങ്ങൾ വാങ്ങല്, കൈമാറല്, സൂക്ഷിക്കല് തുടങ്ങിയ സർക്കാർ വകുപ്പുകളിലെ സ്റ്റോറുകളും സ്റ്റോക്കുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സുതാര്യത, കൃത്യനിഷ്ഠത, മേന്മ തുടങ്ങിയ എല്ലാം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് അതാത് വകുപ്പുകളുടെ ഫലപ്രദമായ നിയന്ത്രണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഓഡിറ്റ് നടത്തുന്നത്. പിന്നെ എല്ലാത്തിൻ്റെ കൃത്യമായി അക്കൗണ്ട് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ബോധ്യപ്പെടണം. അതൊക്കെ ഓഡിറ്റ് നടത്തിയാലേ വ്യക്തമാവുള്ളൂ. പിന്നെ ആവശ്യത്തിൽ കൂടുതലും നിശ്ചയിക്കപ്പെട്ട പരിധിയിൽ അധികവും ബാലൻസ് ഇല്ലാതിരിക്കണം, അത് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി ഏതെങ്കിലും സംഭവം ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾ എഴുതി തള്ളുന്നവയെക്കുറിച്ച് അത് സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. അത് വെറുതെയാണോ, നിയമപരമായിട്ടാണോ, ഏത് രീതിയിലാണ് എഴുതി തള്ളിയെന്നൊക്കെ നമുക്ക് ഓഡിറ്റിലാണ് പരിശോധിക്കേണ്ടത്. ഇനി 1956 കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 617 സർക്കാർ കമ്പനികളെ നിർവചിക്കുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെയോ സംസ്ഥാനങ്ങളുടെയോ സംയുക്തമായോ 51% അതിൽ കൂടുതലോ ഓഹരി മൂലധനമുള്ള കമ്പനികളെല്ലാം സർക്കാർ കമ്പനികളാണ്. അപ്പൊ സാധാരണഗതിയിൽ സർക്കാർ കമ്പനികളാവണമെങ്കിൽ ഭൂരിപക്ഷം ഓഹരികളും സർക്കാരിൻ്റെ ആയിരിക്കണം. അത് ഭൂരിപക്ഷം ഓഹരി എന്ന് പറഞ്ഞാൽ മിനിമം 51% ഓഹരികളെങ്കിലും സർക്കാരിൻ്റെ, ഏത് സർക്കാരിൻ്റെ ആയാലും ആയാലേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, അതിനെ സർക്കാർ കമ്പനി എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 49% പുറത്തുള്ള ആളായിരിക്കും. 51% സർക്കാരും 49% പുറത്തുള്ള ആൾക്കാരും, അപ്പോൾ പ്രൈവറ്റ് പാർട്ടികളും. അപ്പോൾ അതിനെ നമുക്ക് എന്ത് പറയാം, സർക്കാർ കമ്പനികൾ എന്ന് പറയാം. ഇനി വാണിജ്യ സ്വഭാവത്തോടെയാണ് പൊതുവിൽ സർക്കാർ കമ്പനികളുടെ അക്കൗണ്ട് സൂക്ഷിക്കുന്നത്. CAGയുമായി ചർച്ച നടത്തിയ ശേഷം സർക്കാരാണ് ഏത് വിധത്തിലാണ് അവയുടെ അക്കൗണ്ട് സൂക്ഷിക്കേണ്ടതെന്ന് നിശ്ചയിക്കുക. ഈ കമ്പനികളുടെ
അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്നതിന് ഓഡിറ്റ് ചെയ്യുന്നതിന് ഞാൻ പറഞ്ഞത് വാണിജ്യ സ്വഭാവത്തോടെയുള്ള ആണ് പൊതുവില് സർക്കാർ കമ്പനികളുടെ അക്കൗണ്ട് സൂക്ഷിക്കുന്നത്. CAG-യുമായി ചർച്ച നടത്തിയ ശേഷമാണ് സർക്കാരാണ് ഏത് വിധത്തിലാണ് ഇവയുടെ അക്കൗണ്ട് സൂക്ഷിക്കേണ്ടതെന്ന് നിശ്ചയിക്കുന്നത്. ഈ കമ്പനികളുടെ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്നത് വാണിജ്യ സ്ഥാപനങ്ങളിലേതുപോലെ ആരാണ്? ചാർട്ടേഡ് അക്കൗണ്ടന്മാരാണ്, CA-കാരാണ് ഇത് ഈ വാണിജ്യ സ്ഥാപനങ്ങളിലേതുപോലെ ഈ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യുന്നത്. ഇനി അതേസമയം തന്നെ ഈ സ്ഥാപനങ്ങളിൽ CAG-യുടെ സമഗ്ര ഓഡിറ്റും ഉണ്ടാവും. അതായത് CA-കാര് ചാർട്ടേഡ് അക്കൗണ്ടന്റുമാര് ഓഡിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഈ സ്ഥാപനങ്ങളിൽ CAG-യുടെ ഒരു കോംപ്രഹെൻസീവ് ഓഡിറ്റും ഉണ്ടാവും. അതായത് സമഗ്ര ഓഡിറ്റും ഉണ്ടാവും. അപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം ഏതറ്റം വരെ നിർവഹിക്കുന്നുവെന്ന് നിയമനിർമ്മാണ സഭ മുഖേന ജനങ്ങൾക്ക് വേണ്ടി പരിശോധിക്കുന്നു എന്നതാണ് ഈ ഓഡിറ്റിന്റെ സവിശേഷത. അതായത് CAG ഇത്തരം കമ്പനികളിൽ, ഗവൺമെന്റ് സർക്കാർ കമ്പനികളിൽ CAG-യുടെ കോംപ്രഹെൻസീവ് ഓഡിറ്റ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. ആ ഓഡിറ്റിന്റെ ഒരു ലക്ഷ്യം എന്താന്ന് വെച്ചാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളാണല്ലോ ഈ കേന്ദ്ര സർക്കാർ കമ്പനികൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം ഏതറ്റം വരെ നിർവഹിക്കുന്നുവെന്ന് നിയമനിർമ്മാണ സഭ മുഖേന ജനങ്ങൾക്ക് വേണ്ടി പരിശോധിക്കുന്നതാണ് ശരിക്കും ഈ ഓഡിറ്റിന്റെ സവിശേഷത എന്ന് പറയുന്നു. ഇനി നമുക്ക് പറയാനുള്ള മറ്റൊരു കാര്യം ഈ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓഡിറ്റ് ബോർഡാണ്. ഓഡിറ്റ് ബോർഡ് 1969-ലാണ് ഓഡിറ്റ് ബോർഡ് രൂപീകരിച്ചത്. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കമ്പനികൾ, കോർപ്പറേഷൻ എന്നിവയുടെ സമഗ്രമായ വിലയിരുത്തലിലാണ് ഈ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഓഡിറ്റ് ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കമ്പനികൾ, കോർപ്പറേഷൻ എന്നിവയുടെ സമഗ്രമായ വിലയിരുത്തലിനാണ്. ഈ ബോർഡ് ഓരോ സ്ഥാപനത്തിലും വ്യത്യസ്തമായിരിക്കും. ബോർഡ് ചെയർമാൻ എല്ലാ സ്ഥാപനങ്ങൾക്കും കൂടി ഒരാൾ തന്നെയായിരിക്കും. ചെയർമാനെ കൂടാതെ 4 അംഗങ്ങൾ കൂടി ഓരോ സ്ഥാപനത്തിന്റെ ബോർഡിലും ഉണ്ടാവും. ഇവർ ഓരോ സ്ഥാപനത്തിലും വെവ്വേറെയായിരിക്കും. ഇതിൽ 2 പേര് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് വകുപ്പ് ഉദ്യോഗസ്ഥരും 2 പാർട്ട് ടൈം അംഗങ്ങൾ അതത് ഭരണവകുപ്പ് തീരുമാനിക്കുന്നവരും ആയിരിക്കും. ഇത്തരത്തിൽ ഒരു ഓഡിറ്റ് ബോർഡ് നിലവിലുണ്ട്. ആ ഓഡിറ്റ് ബോർഡ് സർക്കാരിന് കീഴിലുള്ള കമ്പനികളും കോർപ്പറേഷൻ എന്നിവയുടെ സമഗ്രമായ വിലയിരുത്തലിന് വേണ്ടിയിട്ടാണ് ഈ ബോർഡ് രൂപീകരിച്ചിട്ടുള്ളത്. ഇനി ഓഡിറ്റ് പൊതുവെ നടത്തുന്നത്, മിക്കവാറും ഓഡിറ്റുകളൊക്കെ സംഭവങ്ങൾ നടന്ന ശേഷമാണ് ഓഡിറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ തെറ്റുകളും ക്രമക്കേടുകളും അനാവശ്യ ചെലവുകളും ഒന്നും ഇന്ത്യൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓഡിറ്റിലൂടെ മുൻകൂട്ടി തടയാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഓഡിറ്റ് എന്ന് പറയുന്നത് ആ പ്രക്രിയ, ആ സംഭവം നടന്ന ശേഷമാണ്. എന്നാൽ ഫണ്ട് ചെലവഴിക്കാനും നിയന്ത്രിക്കാനും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥനായിരിക്കും ഓഡിറ്റിന്റെ വിശദമായ റിപ്പോർട്ട് ലഭിക്കുക. ഓഡിറ്റ് കഴിഞ്ഞാൽ ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടും, വിശദമായ റിപ്പോർട്ട് കിട്ടും. അതിനെ അടിസ്ഥാനപ്പെടുത്തി അധികമായ തുക നൽകിയിട്ടുണ്ടെങ്കിൽ തിരിച്ചുപിടിക്കലുണ്ടാവും, ആവശ്യമായ തിരുത്തലുകൾ വരുത്തലുണ്ടാവും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ ഓഡിറ്റിങ്ങിൽ ഓഡിറ്റ് ഓഫീസർമാർ വളരെ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു എന്നതാണ് സത്യം. ഇനി അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, ഫിനാൻസ് അക്കൗണ്ട്, ധനവിനിയോഗവുമായി ബന്ധപ്പെട്ടുള്ള വസ്തുതകൾ, സ്റ്റോക്ക് അവലോകനം, സർക്കാർ കമ്പനികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തുടങ്ങിയവയെല്ലാം ഓഡിറ്റ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. ഈ റിപ്പോർട്ട് പിന്നീട് സഭാസമിതികൾ വിശദമായിട്ട്
പരിശോധിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു ഇരട്ട പ്രവർത്തനമാണ്, ഡ്യുവൽ റോൾ ഓഫ് ഓഡിറ്റ് ആണ് ശരിക്കും ഓഡിറ്റിലൂടെ നടത്തുന്നത്. ഒരു വശത്ത് സർക്കാരിനും മറുവശത്ത് നിയമനിർമ്മാണ സഭയ്ക്കും റിപ്പോർട്ട് നൽകുന്നുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് പാർലമെന്ററി കമ്മിറ്റികളെ കുറിച്ചാണ്. ഇപ്പം നിയമസഭാ കമ്മിറ്റികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അതുപോലെ പാർലമെന്ററി കമ്മിറ്റികൾ ഉണ്ട്. ഇപ്പൊ പാർലമെന്ററി കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഭരണഘടനയിൽ പ്രത്യേക വ്യവസ്ഥകൾ ഒന്നും പറയുന്നില്ല. അതേസമയം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 118 പ്രകാരം നിയമനിർമ്മാണ സഭകളുടെ ഭരണപരമായ നടത്തിപ്പുകൾക്കും നടപടിക്രമങ്ങൾക്കും ചട്ടങ്ങൾ രൂപീകരിക്കാം. ഇത്തരം ചട്ടങ്ങൾ പ്രകാരമാണ് ഭരണപരമായ നടത്തിപ്പുകൾക്കും നടപടിക്രമങ്ങൾക്കും പാർലമെന്ററി കമ്മിറ്റികൾ രൂപീകരിക്കുന്നത്. ഈ പാർലമെന്ററി കമ്മിറ്റികൾ എന്ന് പറയുന്നത് ചിലത് സ്ഥിരം കമ്മിറ്റികളും ചിലത് താൽക്കാലിക കമ്മിറ്റികളുമാണ്. ഇനി നമ്മൾ ആദ്യത്തെ ഒരു പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. ഇതിൽ നിന്ന് ഈ പാർലമെന്ററി കമ്മിറ്റികളിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ സാധാരണയായിട്ട് അത് സ്ഥിരം ചോദ്യങ്ങളാണ്. അത് നമ്മളൊന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പോൾ ആദ്യത്തെ കമ്മിറ്റി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. അത് CAG സമർപ്പിക്കുന്ന ഓഡിറ്റ് തീർത്തും സങ്കീർണവും സാങ്കേതികവുമായിരിക്കും. സാധാരണ നിലയിൽ ഇവ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, CAGയുടെ ഓഡിറ്റ് കഴിഞ്ഞ ഓഡിറ്റ് റിപ്പോർട്ട്. അപ്പോൾ ഇത് പരിഹരിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് പാർലമെന്ററി കമ്മിറ്റിയായിട്ട് ഒരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ലോകസഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ കമ്മിറ്റി. ശ്രദ്ധിക്കുക, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന് പറയുന്നത് ഓഡിറ്റ് റിപ്പോർട്ട് ഒരിക്കൽ കൂടി വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് CAGയുടെ ഓഡിറ്റ് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി രൂപീകരിച്ചാൽ ആ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ പാർലമെന്റിന്റെ ഇരുസഭകളിലും ലോകസഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നുള്ള അംഗങ്ങൾ ഉൾപ്പെടുന്നുണ്ടാവും. ഇനി പാർലമെന്റ് പാസാക്കി കേന്ദ്ര സർക്കാരിന് ചെലവിനായി നൽകിയ അപ്രോപ്രിയേഷൻ ഫണ്ട്, വാർഷിക സാമ്പത്തിക അക്കൗണ്ട് എന്നിവയ്ക്ക് പുറമെ ഉചിതമെന്ന് തോന്നുന്ന മറ്റ് കണക്കുകളും ഈ കമ്മിറ്റി പരിശോധിക്കും. ഇനി രണ്ടാമത്തെ കമ്മിറ്റി ഏതാന്ന് വെച്ചാൽ എസ്റ്റിമേറ്റ് കമ്മിറ്റിയാണ്. അപ്പോൾ 1950 പാർലമെന്റിന്റെ എസ്റ്റിമേറ്റ് കമ്മിറ്റി രൂപീകരിച്ചത്. ലോകസഭ എത്രത്തോളം ചർച്ച ചെയ്താലും മൂല്യനിർണ്ണയം പൂർണ്ണ തോതിൽ ആവില്ല. അപ്പോൾ വിശാലവും സങ്കീർണമായതുകൊണ്ടാണിത്. ഇതിന് പരിഹാരമായിട്ട് അപ്പോൾ ഈ മൂല്യനിർണ്ണയത്തെക്കുറിച്ച് ലോകസഭ മൂല്യനിർണ്ണയ സമിതി അഥവാ എസ്റ്റിമേറ്റ് കമ്മിറ്റി രൂപീകരിക്കുകയാണ്. ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ 30 ലോകസഭാംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് കമ്മിറ്റി. ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ലോകസഭാ സ്പീക്കർക്കാണ് നൽകേണ്ടത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റി 30 ലോകസഭാംഗങ്ങൾ. അപ്പോൾ എസ്റ്റിമേറ്റ് കമ്മിറ്റിയിൽ ആരില്ല? രാജ്യസഭാംഗങ്ങൾ ഇല്ല. രാജ്യസഭാംഗങ്ങൾ ഇല്ലാത്ത കമ്മിറ്റിയാണ് പാർലമെന്ററി കമ്മിറ്റിയാണ് എസ്റ്റിമേറ്റഡ് കമ്മിറ്റി. എസ്റ്റിമേറ്റഡ് കമ്മിറ്റി ആർക്കാണ് റിപ്പോർട്ട് നൽകേണ്ടത്? ലോകസഭാ സ്പീക്കർക്കാണ് റിപ്പോർട്ട് നൽകേണ്ടത്. അപ്പോൾ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ഒരു പ്രധാന വർക്ക് എന്താ? എസ്റ്റിമേറ്റുകൾ പുനർമൂല്യനിർണ്ണയം ചെയ്യുക. അതാണ് പ്രധാന ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പോൾ അത് ലോകസഭ എത്ര ചർച്ച ചെയ്താലും അതിനൊന്നും ഒരു പരിഹാരമാവില്ല. അതുകൊണ്ട് ഈ എസ്റ്റിമേറ്റ് കമ്മിറ്റിയെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തത് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയാണ്. പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയിൽ 22 അംഗ പാർലമെന്ററി സമിതിയാണ് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി. ഓർമ്മിക്കുക, 22 പേരാണ്. അപ്പൊ നമുക്ക് ആദ്യത്തെ പാർലമെന്ററി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ആയിരുന്നു. പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ എസ്റ്റിമേറ്റഡ് കമ്മിറ്റിയിൽ 30 ലോക്സഭാ അംഗങ്ങളുള്ളത്, അതിൽ ലോകസഭയിലെ അംഗങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്തത് പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയാണ്. അതിൽ 22 അംഗങ്ങളാണുള്ളത്. അതിൽ 15 പേര് ലോകസഭയിൽ നിന്നും 7 പേര് രാജ്യസഭയിൽ നിന്നും.
അപ്പോൾ അവരുടെ ഡ്യൂട്ടി എന്താന്ന് വെച്ചാൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പൊതു പ്രവർത്തനങ്ങളുടെ അവരുടെ പ്രവർത്തനം അല്ലെ പൊതു ഉദ്യമങ്ങളുടെ പ്രവർത്തനം അവലോകനം ചെയ്യുകയും നിയന്ത്രിക്കുകയുമാണ് ഈ കമ്മിറ്റിയുടെ ചുമതല എന്ന് പറയുന്നത്. പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി 22 അംഗ കമ്മിറ്റി, 15 ലോക്സഭാ അംഗങ്ങള്, 7 നിയമസഭാ അംഗങ്ങള്. അപ്പോൾ പ്രവർത്തനം എന്താന്ന് വെച്ചാൽ സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പൊതു ഉദ്യമങ്ങളുടെ പ്രവർത്തനം അവലോകനം ചെയ്യുകയും നിയന്ത്രിക്കുകയും ചെയ്യുകയാണ് ഈ കമ്മിറ്റിയുടെ ചുമതല. അപ്പൊ ഇപ്പൊ നമ്മൾ 3 കമ്മിറ്റി പറഞ്ഞു. ഏതൊക്കെയാണ്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി, പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റി. ഇപ്പൊ ഈ 3 കമ്മിറ്റികളും ലോകസഭാ സമിതികളാണെങ്കിലും ഇപ്പൊ 1ഉം 3ഉം കമ്മിറ്റികളിൽ ആരൊക്കെയുണ്ട്? 1ഉം 3ഉം പറഞ്ഞാല് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിലും പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയിലും 2 കൂട്ടരും ഉണ്ട്. അതായത് ലോകസഭാംഗങ്ങളും ഉണ്ട്, രാജ്യസഭാംഗങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും 3 സമിതികളുടെയും, അതായത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെയും എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെയും പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെയും റിപ്പോർട്ട് ലോകസഭയിലും, അതായത് ആദ്യത്തേതും അവസാനത്തിന്റെയും, അതായത് ഈ 3 എണ്ണത്തിന്റെയും റിപ്പോർട്ട് എവിടെ വെക്കണം? ലോകസഭയിൽ വെക്കണം. എന്നാൽ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെയും പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെയും മാത്രം രാജ്യസഭയിലും കൂടി വെക്കണം. സോറി, അത് രാജ്യസഭയിലും വെക്കണം. രാജ്യസഭയിൽ വെക്കാത്തത് ഏതിലാണ്? എസ്റ്റിമേറ്റഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് മാത്രമാണ് രാജ്യസഭയിൽ വെക്കേണ്ടാത്തത്. മറ്റത് രണ്ടും ലോക്സഭയിലും വെക്കണം, രാജ്യസഭയിലും വെക്കണം. ഇനി ഈ പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻമാരാണ് ശരിക്കും റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. എല്ലാത്തിൻ്റെയും അങ്ങനെ തന്നെയാണ്. എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ആണെങ്കിലും പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ആണെങ്കിലും പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെ ആണെങ്കിലും ശരി, എല്ലാത്തിൻ്റെയും ചെയർമാൻമാരാണ് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുക. സാധാരണഗതിയിൽ ഈ പബ്ലിക് പാർലമെന്ററി കമ്മിറ്റികളിലൊന്നും തന്നെ മന്ത്രിമാരെ ഉൾപ്പെടുത്താറില്ല. കമ്മിറ്റിയിൽ അംഗമായ ശേഷം മന്ത്രി ആയി കഴിഞ്ഞാൽ ആ മന്ത്രിക്ക് ഈ കമ്മിറ്റിയിലുള്ള അംഗത്വം നഷ്ടപ്പെടും. സ്പീക്കറാണ് ശരിക്കും ഈ കമ്മിറ്റിയുടെ ചെയർമാനെ നിശ്ചയിക്കുന്നത്. സാധാരണ ഈ കമ്മിറ്റികളിലൊക്കെ തന്നെ 1/3 യോഗത്തിനുള്ള കോറം. അപ്പോൾ ഒരു യോഗം നടക്കണമെങ്കിൽ കോറം തികയേണ്ടതുണ്ട്. അപ്പോൾ ഈ കമ്മിറ്റികളിലൊക്കെ തന്നെ, ഈ പാർലമെന്ററി കമ്മിറ്റികളിലൊക്കെ തന്നെ കോറം തികയണമെങ്കിൽ പിന്നെ 1/3 അതിൻ്റെ സ്ട്രെങ്ത്. 1/3 പേര് പങ്കെടുത്താൽ മാത്രമേ കോറം തികഞ്ഞായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു വർഷമാണ് ഈ കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറയുന്നത്. ഇനി പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെയും പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെയും സുഹൃത്തും വഴികാട്ടിയും ഉപദേശകനുമാണ് ശരിക്കും ഈ CAG എന്ന് പറയുന്നത്. ഇപ്പൊ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെയും പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെയും ഒരു വഴികാട്ടിയും ഉപദേശകനും ഒക്കെ ആയിട്ടാണ് CAGയെ നമ്മൾ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സമിതിയുടെ, അതായത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെയും പബ്ലിക് അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെയും യോഗത്തിലും CAG പങ്കെടുക്കും. അഭിപ്രായങ്ങൾ പറയാനും നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും വിഷയങ്ങളിൽ വ്യക്തത വരുത്താനും ഈ യോഗങ്ങളിൽ പങ്കെടുത്ത് അത് വ്യക്തത വരുത്താൻ CAGക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇതാണ് ഈ കാര്യങ്ങളിൽ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ. അപ്പൊ ഈ പോയിന്റുകൾ വെച്ചിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തേണ്ടതായിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്ത് പിന്നീട് അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അത് പൂർണ്ണമായിട്ട് എല്ലാവർക്കും കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കും. നമുക്ക് ചോദ്യങ്ങൾക്ക് ആൻസറുകൾ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ക്ലാസ്സുകൾ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഈ ക്ലാസ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുമായൊക്കെ ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.